വെൽക്കം മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്. മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സും സെൻറ്റൻസുകളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലഗാന ചേർത്തുള്ളതാണ്. ബാലോമേം തേൽ ലഗാവോ, ബാലോമേം മുടിയിൽ, തേൽ എണ്ണ, ലഗാവോ തേക്കൂ. ബാലോമേം തേൽ ലഗാവോ, മുടിയിൽ എണ്ണ തേക്കൂ. ദർവാസെ പർ താല ലഗാദോ, വാതിൽ പൂട്ടിടൂ. ദർവാസെ പർ താല ലഗാദോ, വാതിലിൽ പൂട്ടിടൂ എന്നാണ് പറയുന്നത്. മുച്ചേ ഫോൺ ലഗാ ദേന, എന്നെ ഒന്ന് ഫോൺ ചെയ്യണേ. ഫോൺ ലഗാ ദേന, ഫോൺ ചെയ്യണേ. മുച്ചേ ഫോൺ ലഗാ ദേന, എന്നെ ഒന്ന് ഫോൺ ചെയ്യണേ. ഇത് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ വരുന്ന വാക്കുകളാണ്. ചേഹരെ പർ ക്രീം ലഗാവോ, ചേഹരെ പർ ക്രീം ലഗാവോ, മുഖത്ത് ക്രീം പുരട്ടു. ചേഹരെ മുഖം. ബച്ചേക്കോ നസർ ലഗ് ഗയി, കുട്ടിക്ക് കണ്ണീറേറ്റു. ബച്ചേക്കോ കുട്ടിക്ക്, നസർ ലഗാന കണ്ണീർ പെടുക എന്നാണ് പറയുന്നത്. മൈലാഞ്ചി ഇടുന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് മെഹന്തി ലഗാന. മെഹന്തി ലഗാന, മൈലാഞ്ചി ഇടുക. ഇതൊരു സെൻറ്റൻസിലായിട്ട് പറയുന്നതാണ്. നമ്മൾ സാധാരണ പറയും ഞാൻ കൈകളിൽ മൈലാഞ്ചി ഇടുകയാണ്. മേം ഹാത്തോ മേം മെഹന്തി ലഗാ രഹി ഹും. ഇത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് രഹി ഹും വന്നത്. ഞാൻ കൈകളിൽ മൈലാഞ്ചി ഇടുന്നു എന്ന് പറയുന്നത് മേം ഹാത്തോ മേം മെഹന്തി ലഗാ രഹി ഹും. മൻ ലഗാന, മനസ്സോടെ ചെയ്യുക, അല്ലേ, അതിനെ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത്. പഠായി മേം മൻ ലഗാവോ, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ. പഠായി മേം മൻ ലഗാവോ, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ. മൻ ലഗാന, മനസ്സോടെ ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുക. ഇത്ര ലഗാന, പെർഫ്യൂം പുരട്ടുക. പെർഫ്യൂം പുരട്ടുന്നതിന് ഇത്ര ലഗാന. തോടാ ഇത്ര ലഗാ ലോ, കുറച്ച് പെർഫ്യൂം പുരട്ടിക്കോ. തോടാ ഇത്ര ലഗാദോ, കുറച്ച് പെർഫ്യൂം പുരട്ടിക്കോ. ദവായി ലഗാന, മരുന്ന് പുരട്ടുക. ദവായി ലഗാന, മരുന്ന് പുരട്ടുക. ധാവ് പർ ദവായി ലഗാദോ, മുറിവിൽ മരുന്ന് പുരട്ടു. ധാവ് എന്ന് വെച്ചാൽ മുറിവ്. ധാവ് പർ ദവായി ലഗാദോ, മരുന്ന് പുരട്ടു. ദവായി മരുന്ന്. ബത്തി ലഗാന, ലൈറ്റ് ഓണാക്കുക. ബത്തി ലഗാന, ലൈറ്റ് ഓണാക്കുക. കമരേമേം ബത്തി ലഗാദോ, മുറിയിലെ ലൈറ്റ് ഓണാക്കൂ. കമരേമേം, മുറിയിലെ. ബത്തി ലഗാദോ, ലൈറ്റ് ഓണാക്കൂ. മൻ ലഗാന, ശ്രദ്ധയോടെ ചെയ്യുക അല്ലെങ്കിൽ മനസ്സ് വയ്ക്കുക. മൻ ലഗാന, മനസ്സ് വയ്ക്കുക. പഠായി മേം മൻ ലഗാവോ, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥമാണ്. പഠായി മേം മൻ ലഗാവോ, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ. ബാഹർ ബഹുത്ത് ഗർമി ഹേ, കമരേമേം പങ്ഖ ലഗാദോ, പുറത്ത് നല്ല ചൂടാണ്, മുറിയിലെ ഫാൻ ഓണാക്കൂ. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്. ബഹുത്ത് ഗർമി ഹേ, നല്ല ചൂടാണ്. കമരേമേം പങ്ഖ ലഗാദോ, മുറിയിലെ ഫാന് ഓണാക്കൂ. കമരേമേം അന്ധേരാ ഹേ, ബത്തി ലഗാദോ. കമരേമേം അന്ധേരാ ഹേ എന്ന് പറഞ്ഞാൽ മുറിയിൽ നല്ല ഇരുട്ടാണ്. ബത്തി ലഗാദോ, ലൈറ്റ് ഓണാക്കൂ. കമരേമേം അന്ധേരാ ഹേ, ബത്തി ലഗാദോ, മുറിയിൽ ഇരുട്ടാണ്, ലൈറ്റ് ഓണാക്കൂ. നമ്മളിത് സാധാരണ വീടുകളിൽ പറയുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ്, അല്ലേ. മുച്ചേ ഈസ് ചോട്ട് പർ ദവായി ലഗാദോ, ബഹുത്ത് ദർദ് ഹോ രഹാ ഹേ. മുച്ചേ ഈസ് ചോട്ട് പർ, എനിക്ക് ഈ മുറിവിൽ മരുന്ന് പുരട്ടിത്തരൂ, നല്ല വേദനയുണ്ട്. മുച്ചേ ഈസ് ചോട്ട് പർ ദവായി ലഗാദോ, ബഹുത്ത് ദർദ് ഹോ രഹാ ഹേ, എനിക്ക് ഈ മുറിവിൽ മരുന്ന് പുരട്ടിത്തരൂ, നല്ല വേദനയുണ്ട്. പഠായി കർത്തേ സമയ് മൊബൈൽ മത് ചലാവോ. പഠായി മേം മൻ ലഗാവോ, പഠായി കർത്തേ സമയ്, പഠിക്കുമ്പോൾ, മൊബൈൽ മത് ചലാവോ, മൊബൈൽ ഉപയോഗിക്കരുത്. പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ. പഠായി മേം മൻ ലഗാവോ, ശ്രദ്ധ കൊടുക്കുക, മൻ ലഗാന. നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയുന്നതാണ് പഠിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്, പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കുമെന്ന്. അതാണ് പഠായി കർത്തേ സമയ് മൊബൈൽ മത് ചലാവോ. പഠായി മേം മൻ ലഗാവോ, പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ. ഗാഡി തേസ് മത് ചലാവോ, ജരൂരത്ത് പഡ്നെ പർ ബ്രേക്ക് ലഗാന. വണ്ടി വേഗത്തിൽ ഓടിക്കരുത്, ആവശ്യം വന്നാൽ ബ്രേക്ക് ഇടണം. ഗാഡി
തേസ് മത് ചലാവോ, വണ്ടി വേഗത്തിൽ ഓടിക്കരുത്. സെരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം വന്നാൽ. സെരൂരത്ത് പട്നെ പർ ബ്രേക്ക് ലഗാന, ബ്രേക്ക് ചവിട്ടണം അല്ലെങ്കിൽ ബ്രേക്ക് ഇടണം എന്ന് പറയുന്നതാണ്. ദീവാർ പർ യേ ഫോട്ടോ അച്ചി ജഗഹ് ദേഖ് കർ ലഗാ ദോ. ദീവാർ പർ യേ ഫോട്ടോ, ഈ ഫോട്ടോ ചുമരിൽ നല്ലൊരു സ്ഥലം നോക്കി ഒട്ടിക്കൂ. അതാണ് ദീവാർ എന്ന് വെച്ചാൽ ഭിത്തിയിൽ. അത് ദീവാർ, ചുമര്, ഭിത്തി എന്നൊക്കെ പറയും. അച്ചി ജഗ്, നല്ല സ്ഥലം നോക്കി ഒട്ടിക്കൂ. ലഗാദോ. ഈ പഠിച്ച സെൻറ്റൻസുകളെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും നന്നായിട്ട് ഒന്നുകൂടി പഠിക്കണം. അതിനുശേഷം ഞാൻ ഉപകാരപ്പെടുന്ന അടുത്ത ക്ലാസ്സുമായി വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.